പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇറച്ചിക്കോഴി വിൽപ്പനയ്ക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സർക്കാർ പുനഃപരിശോധിക്കുന്നുണ്ട്. മന്ത്രി ജെ ചിഞ്ചുറാണിയുമായി ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ ഭാരവാഹികൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടാവുന്നത്. കാഞ്ചനയാറുണ്ട് വിവരങ്ങൾ നൽകാൻ. കാഞ്ചന, ഈ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് സമയങ്ങളിലൊക്കെ ഈ പക്ഷിപ്പനി ബാധിച്ചതോടുകൂടി തന്നെ അവിടെയുള്ള കർഷകരൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിട്ടതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഇറച്ചിക്കോഴി വിൽപ്പനയിലുള്ള നിരോധനവും. അതിലിപ്പോൾ എന്ത് നടപടിയിലേക്കാണ് സർക്കാർ പോകുന്നത്? ഈ നിയന്ത്രണം മാറ്റിയിട്ടുണ്ടോ? ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ചിക്കൻ വിഭവങ്ങളുടെ വിപണനം നടത്തുന്നത് പ്രതിഷേധിച്ച് നാളെ മുതൽ ആലപ്പുഴ ജില്ലയിലെ ഹോട്ടലുകൾ അടച്ചിടാനായിരുന്നു തീരുമാനം. പക്ഷെ അതിൽ മാറ്റം വന്നിരിക്കുകയാണ്. ജില്ലയിൽ താറാവുകളെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇറച്ചിക്കോഴി വിൽപ്പനയ്ക്കും കടത്തിനും ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ സർക്കാർ പുനഃപരിശോധിക്കുകയാണ്. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയുമായി ഓൾ കേരള പൗൾട്രി ഫൗണ്ടേഷൻ ഭാരവാഹികൾ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം തീരുമാനമായിരിക്കുന്നത്. മന്ത്രിയുടെ ഉറപ്പിനെ തുടർന്ന് വരും ദിവസങ്ങളിൽ നടത്താനിരുന്ന പ്രതിഷേധ പരിപാടികളിൽ നിന്ന് പിൻവാങ്ങുന്നതായി ഫെഡറേഷൻ ഭാരവാഹികളും അറിയിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ആവശ്യങ്ങളും തീരുമാനങ്ങളും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അശാസ്ത്രീയ നിയന്ത്രണങ്ങൾ മാറ്റണം. കോഴികളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലയിൽ ഉടനീളം ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്നാണ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൂടാതെ ഉന്നതതല യോഗം ചേർക്കണം. അതായത് ഈ വിഷയത്തിൽ ജില്ലയിൽ ഉടൻ തന്നെ ഒരു ഉന്നതതല യോഗം വിളിച്ചുകൂട്ടി ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണമെന്നും കേരളത്തെ പക്ഷിപ്പനി മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കണമെന്നും നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറവിടം. അപ്പൊ ഈ ഉറവിടം കണ്ടെത്താൻ വേണ്ടിയിട്ട് ദേശാടന പക്ഷികളുടെ വരവാണ് കുട്ടനാട്ടിൽ പക്ഷിപ്പനി വ്യാപത്തിന് കാരണമായത് എന്ന് പറയുന്നുണ്ട്. ഇത് പ്രധാനമായും ജലാശയവുമായി സമ്പർക്കമുള്ള താറാവുകളിലാണെന്നും ചർച്ചയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടി ഇനി മുന്നോട്ടുണ്ടാവില്ല. എന്താവും ഇതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് കഴിയും. മന്ത്രിയുമായുള്ള ചർച്ചയിൽ ശുഭകരമായ സാഹചര്യത്തിൽ പ്രതിഷേധ പരിപാടികൾ അവസാനിപ്പിക്കാനായി പൗൾട്രി ഫൗണ്ടേഷൻ സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീനും ജനറൽ സെക്രട്ടറി എസ് നസീറും ട്രഷറർ ആർ രവീന്ദ്രനും അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.